എൻ്റെ ഹൃദയേശ്വരി, നിന്റെ തെറ്റിന് ഞാൻ വിധിക്കുന്ന ശിക്ഷ ലോകത്തിലെ ഏതെങ്കിലും ഭർത്താവ് വിധിച്ചിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല. നീ എന്നെ കൊല്ലണം, കൊന്നേ പറ്റൂ. മനസ്സിനെ പാകപ്പെടുത്താനും മറ്റുമായി നിനക്ക് ഞാൻ ഒരാഴ്ച സമയം നൽകുന്നു. അതിനുള്ളിൽ കൃത്യം നടത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ ആത്മഹത്യ ചെയ്യും. എന്താ പേപ്പറിലെ വിശേഷം? നല്ലതൊന്നും ഉണ്ടാകാൻ വഴിയില്ലല്ലോ. മഹത്തായ നമ്മുടെ സംസ്കാരത്തിന് കോട്ടം തട്ടണ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. അസാൻമാർഗിക പ്രവൃത്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എല്ലായിടവും. ബന്ധങ്ങൾക്കൊരു വിലയില്ലാണ്ടായിരിക്കുന്നു. വിദേശികൾ നമ്മുടെ സംസ്കാരത്തെ നെഞ്ചിലേറ്റുമ്പോ നമ്മൾ അവരുടെ പുറകെ പോകുന്നു. വിരോധാഭാസം അല്ലാതെ എന്തു പറയാൻ. അച്ഛാ നിർത്ത്. കല്യാണത്തിന് മുമ്പ് മോൾ 1 വർഷം ബാംഗ്ലൂർ IT കമ്പനിയിലായിരുന്നല്ലോ ജോലി. പിന്നെ അവിടം വിട്ട് നാട്ടിൽ വന്ന് ജോലി തുടർന്നു. കല്യാണത്തോടെ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇവിടത്തൊക്കെ കൂടുതലാ. കലികാലം അല്ലാതെ എന്തു പറയാനാ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ദിവസം ചെല്ലുന്തോറും എന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടി വരുന്നു. സ്നേഹമുള്ള ഭർത്താവുണ്ടെങ്കിൽ സൗന്ദര്യത്തിനാണോ പഞ്ഞം? ഒരു ജന്മം അനുഭവിക്കേണ്ട സ്നേഹം കഴിഞ്ഞ കുറെ മാസം കൊണ്ട് ചേട്ടൻ എനിക്ക് നൽകി. രാധികേ, നിന്നെ പോലെ തന്നെയാണ് ഞാനും. നിന്റെ സ്നേഹവും നിന്റെ സാമീപ്യവും എന്നെ തരളിതനാക്കുന്നു. ഹരിയേട്ടാ, 2 ശരീരവും ഒരു മനസ്സുമാണ് നമ്മൾ. മരണത്തിൽ പോലും നമ്മൾ ഒന്നായിരിക്കും. അതെ, കടലും കരയും പോലെ നിത്യവസന്തമെന്നോണം നമ്മൾ ഒഴുകും, മരണം വരെ. അതിനുശേഷവും അതെ, എന്തോ ഭാവിച്ചാ പോണില്ലേ? വീട്ടിലമ്മ ഒറ്റയ്ക്കല്ലേ, അതറിയില്ലേ? അവള് വിളിച്ചാ വരണ്ടേ? നിങ്ങളുടെ സ്നേഹം കാണുമ്പോ പോവാനും തോന്നുന്നില്ല. അമ്മയെ കൂട്ടിട്ട് വാ, ഞാൻ വിളിച്ചിട്ടുണ്ട്, വരും. അച്ഛാ, ചേട്ടൻ അമ്മയോടെ സ്നേഹക്കൂടുതല്. സംശയിക്കണ്ട, എനിക്ക് നൊന്തുപെറ്റ അമ്മ തന്നെയാ വലുത്. അത് കഴിഞ്ഞേ അച്ഛനുള്ളൂ. നല്ലതാ മോനെ, അച്ഛന് സന്തോഷേ ഉള്ളൂ. നിന്നെ പോലെ ആയിരിക്കണം ഓരോ മക്കളും. എന്നാലും ഒരു 2 ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? ശരി ശരി. എന്നിട്ടെന്തോന്ന് കുന്തം? എടാ, നിനക്കറിയാവോ, IT വകുപ്പിലെ നല്ലൊരു ജോലി വിട്ട് നീ ദുബായിലേക്ക് പോകുമ്പോ എനിക്ക് സംശയമായിരുന്നു. ഇപ്പൊ സംശയം മാറിയില്ലേ? നിന്റെ ഉയർച്ച എന്നെ അത്യധികം സന്തോഷിപ്പിക്കുന്നു. ഇനി വേഗം കല്യാണം. യെസ്, അത് വേഗം നടത്തണം. നീ ഓർക്കുന്നുണ്ടോ പഴയ കാര്യങ്ങളെല്ലാം? കോളേജിൽ വെച്ച് 2 പേരും ഒരേ പെണ്ണിനെ സ്നേഹിച്ചതും അതിന്റെ പേരിൽ തമ്മിൽ തല്ലിയതും, പെണ്ണിനേക്കാൾ വലുതാണ് സുഹൃത്ത് ബന്ധമെന്നും പറഞ്ഞ് അതിൽ നിന്ന് 2 പേരും പിന്മാറിയതുമെല്ലാം മറക്കാൻ പറ്റിയോടാ കാലങ്ങളെല്ലാം. മധുരിക്കും ഓർമ്മകളല്ലേ. അതെല്ലാം വീണ്ടും പങ്കുവെക്കണ്ടേ? നമുക്കൊന്ന് ചെറുതായി മിനിങ്ങാലോ? നീ കഴിക്കില്ലേ? വല്ലപ്പോഴും ഒക്കെ. എന്നാ വാ. രാധികയെ അവനും ഞാനും തമ്മിൽ സുഹൃബന്ധമായിരുന്നില്ല, ആത്മബന്ധമായിരുന്നു. എന്തും തുറന്നു പറയുന്ന പ്രകൃതമായിരുന്നു. ആകാശവും ഭൂമിയും പോലെ ശക്തമായ ബന്ധം. എന്റെ പൊന്നെ, ഒന്ന് നിർത്തുന്നുണ്ടോ? കേട്ട് മടുത്തു ഈ സുഹൃത്ത് പുരാണം. അതെ, അവൻ വന്നു തോന്നുന്നു. നീ ചായടായിരുന്നു. വീട് അടിപൊളിയായിരിക്കുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എവിടെ നീ വാനോളം പോഴ്ത്തിയ നിന്റെ പ്രിയതമ? അവള് ചായ എടുക്കാൻ വരിക. ഇതെന്റെ ഭാര്യ.
എല്ലാം അറിഞ്ഞു അല്ലേ? എന്നിട്ട് എന്തേ വെറുതെ നിൽക്കുന്നു? എന്നെ കൊന്നൂടെ? അല്ലാത്ത പക്ഷം 2 തല്ലിക്കൂടെ? അതുകൊണ്ട് തെറ്റില്ലാതാവുന്നില്ലല്ലോ. മാത്രമല്ല, സ്ത്രീകളെ ദ്രോഹിക്കുന്നവരെ എനിക്ക് വെറുപ്പാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കണമായിരുന്നു. വിവാഹം അത് പവിത്രമാണ്, അതൊരു സംസ്കാരമാണ്. അതിനെ കളങ്കപ്പെടുത്തുമ്പോ കാലങ്ങളായി നാം കാത്തു സൂക്ഷിച്ചു പോരുന്ന വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കുകയാണ് ചെയ്യുന്നത്. സംഭവിച്ചു പോയി. പറയാൻ എളുപ്പം. വിവാഹം കഴിഞ്ഞ് ഒന്നാകുന്ന ആ നിമിഷം വരേക്കും ഭാര്യയും ഭർത്താവും തങ്ങളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കേണ്ടവരാ. വിവേകത്തോടെ നീങ്ങിയാൽ വികാരത്തിന്റെ കെട്ടുപൊട്ടില്ല. ഇവിടെ നീ ചെയ്തതോ? വിവാഹത്തിന് മുമ്പ് 1 വർഷക്കാലം അന്യപുരുഷനോടൊപ്പം ഒന്നിച്ച് ജീവിക്കുക, ലിവിങ് ടുഗദർ. വിദേശത്തു നിന്ന് കടമെടുത്തിരിക്കുന്ന ആഭാസ സംസ്കാരമാണത്. എന്നെ ഉപേക്ഷിക്കരുത്. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ചേർന്ന് ജീവിക്കുക സാധ്യമല്ല. അതിനെന്റെ മനസാക്ഷി അനുവദിക്കില്ല. രാധികെ, ശിവഭഗവാൻ പാർവതിയെ സ്നേഹിച്ച പോലെ, ശ്രീരാമൻ സീതയെ സ്നേഹിച്ച പോലെ, കണ്ണൻ രാധയെ പ്രേമിച്ച പോലെ, അത്രത്തോളമില്ലെങ്കിലും ഏതാണ്ട് അതുപോലെ ഞാൻ നിന്നെ സ്നേഹിച്ചു. നീയെല്ലാം മറച്ചു. ഇനി മറ്റൊരു പെണ്ണുമായി എനിക്ക് ജീവിതം പറ്റില്ല. ജീവിതത്തെ ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് പറയുന്നു, നിന്റെ തെറ്റിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. ജീവിതം എനിക്ക് മതിയായി. നീ എന്നെ കൊല്ലണം, കൊന്നേ പറ്റൂ. അതിനുവേണ്ടി 1 ആഴ്ച സമയം തരാം. അതിനുള്ളിൽ നടന്നിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്, മാറ്റമില്ല. ഹരിയേട്ടാ, തൃപ്തിയായില്ലേ? രാധികെ, ഞാൻ മനോഹരമായൊരു ഉദ്യാനം പോലിരുന്ന കുടുംബജീവിതം തീ വെച്ച് നശിപ്പിച്ചപ്പോ സന്തോഷായില്ലേ? ഒന്നും മനഃപൂർവ്വമല്ല. നിലമറന്ന് പ്രവർത്തിച്ചപ്പോ സത്യം പുറത്തു വന്നു. ദൈവവിധി. ആരും കുറ്റക്കാരല്ല. എന്തിനീ പരീക്ഷണം? ആവശ്യമായി വന്നു. തെറ്റ് ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ചേട്ടൻ തയ്യാറാകുന്നു. തെറ്റ് ചെയ്ത് എനിക്ക് വേണ്ടതും അതാണ്. ഹരിയേട്ടന്റെ തീരുമാനപ്പടി ഒരു മരണം അനിവാര്യമാണ്. അതിനാൽ ഇതേ വഴിയുള്ളൂ. എന്തിന്? ആത്മഹത്യ ചെയ്താൽ പോലും ദൈവത്തിന്റെ സമ്മതം ഇല്ലെങ്കിൽ മരണം നടക്കില്ല. അപ്പൊ പിന്നെ ആര് മരിക്കണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന 2 ഗ്ലാസ്സിൽ ഒരെണ്ണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാം. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ഞാൻ അടുത്തിരുന്നോട്ടെ. ഇനി ചേർന്നിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? എടുത്തിരിക്കുന്ന തീരുമാനം നടപ്പിലാവണം. സംശയിക്കാതിരിക്കാൻ ചേട്ടൻ ആദ്യം കഴിക്കുക, പിന്നെ ഞാൻ കഴിച്ചോളാം. പ്രിയപ്പെട്ടവളെ, മരണം ഞാൻ ആഗ്രഹിച്ചു. നീ അത് നേടി. തെറ്റിനുള്ള ശിക്ഷ മുദ്രവുക. മരണം ദൈവികമാണ്. ഇവിടെ പരോക്ഷമായിട്ടാണെങ്കിലും നിന്റെ മരണത്തിന് ഞാൻ കാരണക്കാരനാണ്. അതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല. സ്നേഹധനനായ ഒരു ഭർത്താവിന്റെ കഥന വിലാപമാണ്. എത്രയും വേഗത്തിൽ എന്നെയും നിന്റെ അടുത്തേക്ക് വിളിക്കും. അതുവരേക്ക് നിന്റെ ഓർമ്മകളുമായി ഈ ഊഷരഭൂമിയിൽ ഞാൻ എന്റെ ശാപജന്മം തുടരും. എന്റെ പ്രിയപ്പെട്ട രാധികെ, വിട. ഹൃദയം കുതിർന്ന് വിലപിക്കുന്ന വിട.